ഹലോ നമസ്കാരം, അച്ചൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് കുറ്റിക്കുരുമുളക് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾക്കൊന്ന് സെറ്റ് ചെയ്യണം, അതാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ ഇത് നമ്മളുടെ സെൻറ്റി, നമുക്ക് ഒരു പൂച്ചക്കുട്ടി വന്ന് പെട്ടിട്ടുള്ളതാണ്, നാടൻ പൂച്ചക്കുട്ടിയാണ്. അപ്പോൾ നമ്മളുടെ മില്ലി ഉണ്ടല്ലോ, അപ്പോൾ ദേവുട്ടനാണ് പേര് പറഞ്ഞത് മില്ലി, അപ്പോൾ മില്ലിമീറ്ററാണ്. അപ്പോൾ നമുക്കിതിന് സെൻറ്റി എന്ന് വിളിക്കാം, സെൻറ്റിമീറ്റർ, അങ്ങനെയാണ് ആ പേരിട്ടത്. അപ്പോൾ നമുക്ക് കുരുമുളക് നടാം. നമ്മൾ ഈ ഗ്രോ ബാഗിൽ തന്നെയാണ് കുരുമുളക് നടന്നത്, വലിയ ചട്ടിയിലൊന്നുമല്ല. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, ഒരു 3-4 ചട്ടി ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. ഗ്രോ ബാഗിൽ അല്ല, ചട്ടിയിലാണ് നമ്മളുടെ കുരുമുളക് നട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ കോഴികളൊക്കെ നിറയെ വന്ന് എന്താ പറയുക, കൊത്തും ഒക്കെ ചെയ്തിട്ട് ഇപ്പോൾ ആകെ ഒരു 2 കട മാത്രമാണ് നമ്മളിലുള്ളൂ, ബാക്കി 2 കേടുവന്ന് പോയി. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ഞാൻ വിചാരിച്ചു ഈ പച്ചക്കറികളൊന്നും ഇവിടെ വെച്ചിട്ട് നേരെയാവില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കോഴികളും ഈ താറാവുകളും ഉണ്ടല്ലോ, അവർ എങ്ങനെയെങ്കിലുമൊക്കെ ഇങ്ങോട്ട് കടക്കും, അത് നശിപ്പിച്ച് കളയും. അപ്പോൾ അതാണ് അവരുടെ പ്രധാന ഇത്. അപ്പോൾ പച്ചക്കറിക്ക് നമുക്ക് എന്തായാലും വേറൊരു എന്തെങ്കിലും സെറ്റപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടതാണ് നമ്മളുടെ ഇപ്പോൾ ഈ കുരുമുളകൊക്കെ നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതാണ്. പിന്നെ ഉള്ളത് ഞാൻ ഓർത്ത് വെച്ചിരിക്കുന്നത് ഇഞ്ചിയാണ്. അപ്പോൾ ഇഞ്ചിയും കുറച്ച് ഗ്രോ ബാഗിൽ നടണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇപ്രാവശ്യം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പച്ചക്കറി നട്ട ഗ്രോ ബാഗുകളിലൊക്കെ നടാൻ പോണത്. അപ്പോൾ ഈ കുറ്റിക്കുരുമുളകിന് ഒരു 80 രൂപയാണ് ഒരു കവറിന്, അങ്ങനെയായിട്ടാണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ നമ്മളുടെ ഗ്രോ ബാഗിൽ നമ്മൾ ഓൾറെഡി കുറേ മണ്ണുകളൊക്കെ ഇതിൽ നിന്നൊക്കെ തട്ടി ഒരു 10-15 ദിവസം നമ്മളുടെ എന്താ പറയുക, എന്തായിരുന്നു, കുമ്മായമൊക്കെ ഇട്ട് നമ്മൾ ട്രീറ്റ് ചെയ്ത് അങ്ങനെ മൂടി ഇട്ടിരുന്നതാണ് തണലത്ത്. അപ്പോൾ അതൊക്കെ ഗ്രോ ബാഗിൽ ഒരു ചേട്ടനുണ്ട് ഇവിടെ, എന്താ പറയുക, പറമ്പിലെ ഇതുകളൊക്കെ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാൻ വരുന്നത്, തടം തുറക്കലും വളമിടലും ഒക്കെ ചെയ്യണത്. അപ്പോൾ ആ ചേട്ടൻ വന്നപ്പോൾ ഞാൻ എല്ലാതും ഗ്രോ ബാഗിലൊക്കെ നിറപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നടുവിൽ ഒരു ചെറിയൊരു ഹോള് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നമ്മളുടെ ചാണകപ്പൊടി മാത്രം ഇട്ടിട്ട് ചെറിയ ആ മണ്ണിലൊന്ന് മിക്സ് ചെയ്യും, നമ്മൾ നടാൻ പോണ. എന്നിട്ട് നമ്മളുടെ കവറിൽ വേരൊന്നും അനക്കാതെ കവർ ജസ്റ്റ് പൊട്ടിച്ചിട്ടാണ് നമ്മൾ ഇറക്കി വെക്കണുള്ളൂ, അല്ലാതെ വേറെ ഒന്നും ചെയ്യണില്ല. കാരണം ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഈ കുറ്റിക്കുരുമുളക് തന്നെ പോയത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഇത് ബഡ് ചെയ്യണതാണല്ലോ. അപ്പോൾ ഈ കോഴികൾ ഇത് തിന്നുമൊന്നുമല്ല ചെയ്യണത്, അവരിങ്ങനെ ഇതുമ്മ കൂടെ ഇങ്ങനെ ചാടി നടക്കും ഓടുമ്പോഴൊക്കെ. അപ്പോൾ ആ ഒരു ചാടുമ്പോൾ തന്നെ ഇത് അത്ര ബലമൊന്നുമില്ലല്ലോ ഇവരുടെ വള്ളിക്ക്. അപ്പോൾ അതങ്ങനെ പെട്ടെന്ന് അത് ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ ബഡിന് ഒന്ന് ഇളകിയാൽ തന്നെ അത് കേടുവന്നു പോകും. അപ്പോൾ അത് കാരണമാണ് അത് നശിച്ചു പോയി എന്ന് പറയണത്, അല്ലാതെ വേറെ കോഴികൾ വന്ന് തിന്നുമോ അങ്ങനെയൊന്നും ചെയ്തിട്ടല്ല, വളവും അങ്ങനത്തെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതാണ്, കോഴികൾ ഇങ്ങനെ ഓടി നടക്കുമ്പോൾ അവർ ഇതുമൊക്കെ ചാടി കഴിഞ്ഞാൽ അപ്പോഴേക്കും അവർ ഭയങ്കര സെൻസിറ്റീവാണ് അതിൻ്റെ തണ്ട്, അപ്പോഴേക്കും അത് ഒടിഞ്ഞ് പോവും. അങ്ങനെയാണ് ഇതെല്ലാതും ഒന്ന് അനങ്ങിയാൽ മതി, അപ്പോഴേക്കും അത് പോയി കിട്ടും. അങ്ങനെ നമ്മളെല്ലാതും ഒരു 5 നട്ടിട്ടുണ്ട്. പിന്നെ ബാക്കി എല്ലാ ഗ്രോ ബാഗിലും ഞാൻ ഇഞ്ചിയും നട്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി ഇനി മുളച്ച് വരുമ്പോൾ അതാക്കും. ഇഞ്ചി പ്രത്യേകിച്ച് നമ്മൾ വിത്തൊന്നും വാങ്ങിച്ചതല്ല, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് ഒരു 10-15 ദിവസം ഒരു ഇരുട്ടുള്ളൊരു സ്ഥലത്ത്, നമ്മുടെ പാതിയം പറ ഉണ്ടല്ലോ, അപ്പോൾ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ, ആ 15 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ചെറിയ മുളകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതെടുത്ത് നമ്മളുടെ ഈ ഒരു ഗ്രോ ബാഗിൽ ഈ ഒരു പൊടി മിക്സ് ഉണ്ടല്ലോ നമ്മൾ നിറച്ച് വെച്ചിരുന്നത്, അതിൽ ജസ്റ്റ് നടുകയാണ് ചെയ്തത്. അതിൽ ചാണകപ്പൊടി പോലും ഇപ്പോൾ ഈ കുരുമുളകിന് ഇട്ട പോലെ ചാണകപ്പൊടി ഒന്നും ഇട്ടിട്ടില്ല, കാരണം ഈ ചെയ്യാൻ ചാൻസ് കൂടുതലാണല്ലോ. അപ്പോൾ വിത്ത് അപ്പോൾ അങ്ങനെ നട്ട് വെച്ചിട്ടുണ്ട്. അത് മുളച്ച് വരുമ്പോൾ ഞാൻ കാണിക്കാം. പിന്നെ നമ്മളുടെ പറമ്പിൽ ബാക്കിൽ ചെടികളൊക്കെ ഇപ്പോൾ ഒന്നും അങ്ങനെ കായ് ഉണ്ടാവുന്ന ഒരു സമയമൊന്നുമല്ല, പക്ഷേ എന്നാലും എല്ലാതും നന്നായി നിൽക്കുന്നുണ്ട്. കുറച്ച് ചൂട് കൂടുതലാണ്, എന്നാലും എല്ലാവരും നല്ല പേരേമ മാത്രം അത്യാവശ്യം പേരയ്ക്ക ഉണ്ടായിട്ടുണ്ട്, നമ്മളെ വെരിഗേറ്റഡ് പേരയാണെങ്കിലും. പിന്നെ നമ്മൾക്ക് നിറയെ കായ്കൾ ഉണ്ടായിരുന്നത് നമ്മളുടെ സ്റ്റാർ ഫ്രൂട്ടായിരുന്നു, നിറയെ ഉണ്ടായിരുന്നു. അതിൻ്റെ അടിയിലൊക്കെ മറ്റേ ഇരുമ്പമ്പുളിയൊക്കെ വീണ് കിടക്കില്ലേ, അതുപോലെ
വന്നിരിക്കുകയായിരുന്നു. അപ്പോൾ അതാണ് ഒരു വിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു എക്സ്ട്രാ പണി എന്ന് പറയുന്നത് ഇപ്പോൾ മഴ പെയ്യണില്ലല്ലോ, അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും രാവിലെയോ വൈകിട്ടോ നേരം കിട്ടുന്നതിനനുസരിച്ച് മിക്കപ്പോഴും വൈകിട്ടായിരിക്കും നന്നായി നനച്ച് കൊടുക്കണം. പിന്നെ നമ്മളുടെ വേറെ എന്താ വിശേഷങ്ങൾ, നമ്മളുടെ ലുലുകൾ എന്ന് വെച്ചാൽ താറാവുകളൊക്കെ സുഖമായിട്ടിരിക്കണു. പിന്നെ വേറെ കുറച്ച് അതിഥികളുണ്ട്, കുഞ്ഞതിഥികൾ, ഒരു 10-12 പേരുണ്ട്, കോഴിക്കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഇപ്പം എന്തായാലും നമ്മളുടെ കൂട് വെറുതെ എടുക്കുകയാണ്. നമ്മുടെ വലിയ കോഴികളൊക്കെ കൊടുത്തു, അതായത് അവരൊക്കെ നമ്മൾ അന്ന് സെറ്റിലായ സമയത്ത്, അതൊരു 2.5-3 വർഷം ആവാറായിട്ടുണ്ട്, അത്രയും പ്രായമുള്ള കോഴികളായിരുന്നു. അപ്പോൾ എന്നാലും അവർ ഇങ്ങനെ മുട്ടയൊക്കെ ഇടുന്നുണ്ടായിരുന്നു, പക്ഷേ എണ്ണൊക്കെ ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ അവരെയൊക്കെ കൊടുത്ത് തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ 1-2 പേരൊക്കെ ഉള്ളൂ ബാക്കി. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, സ്റ്റാർ ഫ്രൂട്ട് നിറയെ സ്റ്റാർ ഫ്രൂട്ടാണ്. അത് പഴുത്ത് നിൽക്കുമ്പോൾ എന്താ ഭംഗിയെന്നറിയോ, കഴിക്കാനും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റൊക്കെയാണ്. ഒരെണ്ണമൊക്കെ കഴിക്കാൻ പറ്റുമോ നമുക്ക്. പിന്നെ പുളിയോ ഇഷ്ടമുള്ള കുട്ടികളുണ്ടല്ലോ, അവർക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ വെരിഗേറ്റഡ് പേര് അതിൽ കുറേ ഉണ്ടായിട്ടോ. ഇതിപ്പോൾ 2-മത്തെയോ 3-മത്തെയോ ആണ് ഈ സീസണിൽ നിറയെ ഉണ്ടാവുന്നത്. ഉള്ളിൽ നല്ല റെഡ് കളറാണ്. പിന്നെ ഉള്ളത് നമ്മളുടെ അക്വാപോണിക്സിൽ നമ്മളുടെ കേബേജ്, കോളിഫ്ലവർ ഒക്കെ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ വരുന്നുണ്ട്. നമ്മളുടെ മിളകൊക്കെ ഒരുപാട് ഉണ്ടായി പൊട്ടിക്കുകയൊക്കെ ചെയ്തു, വീണ്ടും ഇങ്ങനെ എന്താ പറയുക വരുന്നുണ്ട്. പിന്നെ ചിലതൊക്കെ ഞാൻ വിത്തിന് വേണ്ടിയിട്ട് കുറച്ചൊക്കെ നിർത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ തക്കാളിയൊക്കെ 2-3 പ്രാവശ്യമൊക്കെ ഉണ്ടായതിന് ശേഷം ഇങ്ങനെ എന്താ പറയുക വയസ്സായ പോലെ ആയിട്ടുണ്ട്. എന്നാലും പറിച്ച് കളയാൻ തോന്നില്ല, കാരണം കുറച്ചൊക്കെ ഇങ്ങനെ ഇപ്പോഴും അതുമൂലമൊക്കെ അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറിക്കണമില്ല. അപ്പോൾ അങ്ങനെ മാക്സിമം അവരുണ്ടാവട്ടെ എന്ന് വെച്ചു. പിന്നെ നമ്മളുടെ മീനെയൊക്കെ നമ്മൾ പിടിച്ചു തുടങ്ങി. അപ്പോൾ അത്യാവശ്യം ഒരു 1/2 കിലോ ഒക്കെ ആയിട്ടുണ്ട് കുറേ മീനുകളൊക്കെ. അപ്പോൾ അതൊക്കെയാണ് നമ്മളുടെ കാഴ്ചകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് നമ്മളെ കുഞ്ഞതിഥികൾ എന്ന് പറഞ്ഞില്ലേ, നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളും അവർക്ക് കൊടുക്കണം നമ്മളുടെ തീറ്റകളും മരുന്നുകളും അതൊക്കെ ആയിട്ട്, പച്ചമരുന്നുകൾ അതൊക്കെ ആയിട്ട് നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.